ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ FEM, അതായത് ഫ്രേസർ വാലി മലയാളി അസോസിയേഷൻ, നമ്മുടെ ഇവിടെ കാനഡയിലുള്ള ഒരു ആബർട്ട്സ്ഫോർഡിലുള്ള ഒരു മലയാളി അസോസിയേഷനാണ്. അപ്പോൾ അതിൻ്റെ 2023 ഡയറക്ടർ ബോർഡിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മാഗസിൻ ഇപ്പം 2025 ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ മാഗസിൻ ഇപ്പം നമുക്ക് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാനിങ്ങനെ ആ വർഷത്തെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ആലോചിക്കായിരുന്നു കേട്ടോ. അതിനകത്ത് മോൻ എഴുതിയൊരു മലയാളം സ്റ്റോറി ഉണ്ട് അവൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ. പിന്നെ കുട്ടികളൊക്കെ ചെയ്ത കുറേ ആർട്ട് വർക്കുകളും പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. ഇതാട്ടോ മോൻ എഴുതിയ സ്റ്റോറി. അപ്പോൾ അങ്ങനെ എന്താ പറയുക, മാഗസിൻ കൈ കിട്ടിയപ്പം ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു അസോസിയേഷൻ്റെ ഭാഗമാവാൻ പറ്റിയതിലും അതിൻ്റെ കൂടെ എന്താ പറയുക ഒരുപാട് പ്രോഗ്രാംസും അതിലൊക്കെ പങ്കെടുക്കാൻ പറ്റിയതിലൊക്കെ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ ഓർത്തെങ്കിൽ പിന്നെ അതിനകത്ത് കുറച്ച് ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ അന്നത്തെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തെങ്കിൽ പിന്നെ ആ ക്ലിപ്സൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും എന്ന രീതിയിൽ ഇതിങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ അവിടെ കിടന്നോളുമല്ലോ, ഫോണിൽ നിന്നൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ കിടന്നോളുമല്ലോ എന്ന് ഓർത്തു. ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതാണ് കേട്ടോ, ദിവ്യാണിയെ കൊണ്ടുവരാൻ പറ്റി. ദിവ്യാണിയുടെ ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ 2 ബ്രദേഴ്സ് ഇവിടെ ഉണ്ട്, ശംഭുവും ചന്തുവും. പിന്നെ ചന്തുവിൻ്റെ വൈഫ് ലച്ചുവും. ഇതൊക്കെയാണ് എൻ്റെ ഫാമിലി ഇവിടെ ഉള്ളത്. അപ്പോൾ അവർ വരിക എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഫാമിലി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ അവർ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിൽ ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യം. എന്താ പറയുക, ബ്രദറോ സിസ്റ്ററോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി നമുക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ മാഗസിൻ്റെ പേജുകളൊക്കെ മറിച്ചപ്പോൾ ഇങ്ങനെ ഓരോരോ മെമ്മറീസ് ആ വർഷത്തിലുണ്ടായിരുന്ന ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തു. അവിടുത്തെ ഓണപ്പരിപാടിക്കായിരുന്നു ഇത്. ഓണത്തിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് എൻ്റെ ഫോണിൽ കിടന്നു കേട്ടോ. അപ്പോൾ അതിവിടെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ദിവ്യാണി ഡാൻസിന് വേണ്ടി റെഡിയാവാൻ ഞാനാണ് കൂടെ നിന്നതും ഡ്രസ്സ് ചെയ്യാനും ഒക്കെ അവിടെ കുറച്ച് ഹെൽപ്പ് ചെയ്യാനൊക്കെ നിന്നത് ഞാനായിരുന്നു. അപ്പോൾ കുറച്ച് കൂടുതൽ അടുത്ത് നിന്ന് സംസാരിക്കാനും ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ പറ്റി. പിന്നെ നമുക്ക് ഡ്യൂട്ടി ടിക്കറ്റ് കൗണ്ടറിലായിരുന്നു. അപ്പം നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തവരുടെയൊക്കെ പേര് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അത് നോക്കിയും അങ്ങനെയുള്ള കുറച്ച് പരിപാടികളായിരുന്നു. പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ കുറേ നേരം ഞാനും എനിക്ക് ഹസ്ബൻഡിനും എൻ്റെ കുഞ്ഞുമ്മയുടെ മോൻ ശംഭു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരേപോലെ ഡ്രസ്സ് പറഞ്ഞ് ചെയ്യിച്ച്, ഞാൻ നാട്ടിൽ നിന്നൊരു ബുട്ടിക്കുന്നത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് ചെയ്യിച്ച് ഡ്രസ്സ് കൊണ്ടുവന്നു. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരേപോലെ അവരുടെ ഒരു ഫോട്ടോ എല്ലാവരും കൂടെ ഉള്ളത് ഞാൻ ആഡ് ചെയ്ത് നോക്കിയിട്ട് ഞാനങ്ങനെ കണ്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഉള്ളതാവട്ടെ എന്ന്. പിന്നെ അത് അവർ രണ്ടുപേരും മിസ്സിങ് ആണ്. അപ്പം അത്ര വലിയ വീഡിയോ, അടിപൊളി പ്രോഗ്രാമൊക്കെ ആയിരുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ കാണുന്നതിന് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.